ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽക്കേ ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിസൈനിങ് മേഖലയിലെ സാധ്യതകൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്കത് പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ പുറത്തൊക്കെ ഒരു കോഴ്സായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് അതൊരു ജോലിക്ക് പോകുമ്പോൾ അതിൻ്റെ വാല്യുവേഷൻ എന്തൊക്കെയാണ്. അതോടൊപ്പം തന്നെ വിദേശത്തൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഈ ഒരു മേഖലയിലെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ശ്രമിക്കാം, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ഞാനത് പേഴ്സണലായിട്ട് തന്നെ ഫോണിലൂടെയും കമൻറ്റ് ബോക്സിലൂടെയൊക്കെ ഞാൻ മറുപടി കൊടുക്കും. പക്ഷേ നിരന്തരമായി കുറേ ആളുകൾ ഇത് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ തൽക്കാലം ട്യൂട്ടോറിയൽ ക്ലാസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ ഒരു അനുഭവങ്ങൾ കൂടി കോർത്തിണക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ടൊരു റിസർച്ച് നടത്തിയിട്ടോ പഠനം നടത്തിയിട്ടോ ഒന്നുമല്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 13 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത്. വെബ് ഡിസൈനറായിട്ടും ഗ്രാഫിക് ഡിസൈനറായിട്ടും 3D വിഷ്വലൈസറായിട്ടും ഒരു മൾട്ടിമീഡിയ ടീച്ചറായിട്ടും അത് കഴിഞ്ഞതിന് ശേഷം വിദേശത്ത് നമ്മൾ സാധാരണ പറയുന്ന മല്ലു കമ്പനീസ് അല്ലെങ്കിൽ മലയാളി കമ്പനീസ് എന്നൊക്കെ പറഞ്ഞ ചെറിയ കമ്പനികൾ മുതൽ വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള ഫോറിൻ ബേസ്ഡ് MNC കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പരിചയത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ അനുഭവങ്ങളൊക്കെ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. അപ്പോൾ അത്തരം അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഈ വീഡിയോയിലൂടെ നൽകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു F2 മീഡിയ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കാരണം ഞാൻ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് റെഗുലറായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് കൂടി അറിയിക്കുകയാണ്. കാരണം ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയത്. ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു, എത്രത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, എന്തായിരിക്കും ഇതിൻ്റെ ഒരു സ്വീകാര്യത, ഏത് രീതിയിലാണ് എല്ലാവരും ഇതിനെ അക്സെപ്റ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത്. കാരണം വെറുതെ നമ്മളൊരു ആവേശത്തിൻ്റെ പുറത്ത് തുടങ്ങുന്ന ഒരു യൂട്യൂബ് ചാനൽ പോലെ ആവാതെ നമ്മളത് ലോങ് ടേമിലേക്കായിട്ട് അതെങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ആശങ്കയായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ആശങ്കകളൊക്കെ മാറി അതൊരു വലിയ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഞാനിടുന്ന ഓരോ വീഡിയോസും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും അത് കണ്ട് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ള കുറേ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സ്ഥിരമായിട്ടുള്ള നമ്മുടെ വ്യൂവേഴ്സായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ മാത്രമല്ല, പ്രൊഫഷണലൈസ് ആയിട്ടുള്ള പുറത്തൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ വരെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ താങ്ക്സ് അറിയിച്ചുകൊണ്ട് അവർക്കൊക്കെ വലിയൊരു ഹെൽപ്പ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് വലിയൊരു ഫീസൊക്കെ കൊടുത്ത് പുറത്തു പോയി പഠിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് അവർക്കതൊരു സഹായമായി മാറുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ വലിയൊരു സന്തോഷം. പക്ഷേ അത് തന്നെയാണ് ഈ ചാനലിലൂടെ ഞാൻ അൾട്ടിമേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നതും. അപ്പോൾ എന്തായാലും നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ട് ഇനിയും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. സോ നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. ഡിസൈനിങ് മേഖല അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിലെ സാധ്യതകൾ എന്തൊക്കെയാണ്, എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വളരെ സിമ്പിളാണ്. അതെപ്പോഴും സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ്. വളരെ ചുരുക്കി ഞാൻ പറയാം. ഇപ്പോൾ നമുക്കറിയാം അഡ്വർടൈസ്മെൻറ്റ്, അതായത് പരസ്യകല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്രിൻ്റ് മീഡിയ, വിഷ്വൽ മീഡിയ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ നമ്മൾ നിരന്തരമായി കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്. ഈ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എത്രത്തോളം നമ്മുടെ ചുറ്റുപാടിൽ നിൽക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ സാധ്യതകൾ അൺലിമിറ്റഡ് ആണ്. അതായത് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിങ്ങിലൂടെ ഒരു പ്രൊഡക്റ്റിനെ അതല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിനെ അതിൻ്റെ നിർമ്മാതാക്കൾ മാർക്കറ്റ് ചെയ്യുന്നിടത്തോളം കാലം ഒരു ഡിസൈനർക്ക് എപ്പോഴും സാധ്യതകളുണ്ട്. കാരണം ഏത് തരം അഡ്വർടൈസ്മെൻറ്റ് വരുന്നതും ഒരു ക്രിയേറ്റീവ് ഡിസൈനിങ്ങിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ക്രിയേറ്റീവ് ഡിസൈനറെ സംബന്ധിച്ച് എപ്പോഴും സാധ്യതകളുണ്ട്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന മാറ്റം പോലെ തന്നെ നമ്മുടെ ഈ ഡിസൈനിങ് മേഖലയിലും നിരന്തരമായി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്ഡേറ്റ് ആവുക എന്ന് പറയും. ആ അപ്ഡേഷൻ നമ്മൾ സ്വമേധയാ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് സാധ്യത ഉണ്ടാവുകയുള്ളൂ. അതാദ്യം മനസ്സിലാക്കണം. അതല്ലാണ്ട് ഞാൻ 5 വർഷം മുമ്പേ മൾട്ടിമീഡിയ കുറേ ഫീസൊക്കെ കൊടുത്ത് പഠിച്ച ഒരാളാണ്. അപ്പോൾ കുറച്ചു കാലം അതിൽ ടച്ച് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നല്ലൊരു ജോലി വിദേശത്ത് നിന്ന് വന്നു, ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു പോയി. അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഞാനിപ്പോൾ പഠിച്ച വേർഷൻസോ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ച കാര്യങ്ങളൊന്നും അല്ല മാർക്കറ്റിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ അയാളെ സംബന്ധിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യാണ്ട് വരികയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം. ഇപ്പോൾ മാർക്കറ്റിൽ എന്താണ് ഒരു ക്രിയേറ്റീവ് ഡിസൈനറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനറെ സംബന്ധിച്ച് ഇപ്പോൾ മാർക്കറ്റിൽ എന്താണ് ഡിമാൻഡ് ഉള്ളത് അത് നമ്മൾ മനസ്സിലാക്കുകയും അത് നമ്മൾ സ്വമേധയാ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ഏറ്റവും കൂടുതൽ കമ്പനികൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് ഗ്രാഫിക് ഡിസൈനിനോടൊപ്പം തന്നെ മോഷൻ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. മോഷൻ ഗ്രാഫിക്സ് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ സോഷ്യൽ മീഡിയസിലൊക്കെ കാണുന്ന അഡ്വർടൈസ്മെൻ്റ് ആയിട്ടുള്ള ആനിമേറ്റഡ് വീഡിയോസ്
ഇതിനിപ്പോൾ വലിയൊരു ഡിമാൻഡാണ്. കാരണം നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു യുഗമാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറും ഒരു ഫോട്ടോഷോപ്പോ ഇല്ലസ്ട്രേറ്ററോ നമ്മൾ പഠിച്ച് നമ്മളൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ വിദേശത്തൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ദോഹയിലാണെങ്കിലും ദുബൈയിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മളൊരു വിസിറ്റിംഗ് വിസ എടുത്ത് നമ്മൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ പലരും പറയും ഇവിടെ തന്നെ ഉണ്ട് 2500 അല്ലെങ്കിൽ 2000 ജോലി ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡിസൈനേഴ്സ്, പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്നൊക്കെ പറയും. അത് സത്യം പറഞ്ഞാൽ നമ്മൾ നിരുത്സാഹപ്പെടുത്താനൊക്കെ പറയുന്നവരാണ്, പക്ഷേ ഒരു പരിധി വരെ ശരി തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള സ്കില്ല് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ മേഖലയിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെപ്പോഴും സാധ്യതകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇല്ലസ്ട്രേറ്റർ പഠിക്കുന്നുണ്ട്, നന്നായി വരയ്ക്കാൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നിരന്തരമായി ശ്രമിക്കുക. നല്ല ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായി നിങ്ങൾ മാറുക. ഇനി അതല്ല, നമ്മളിപ്പോൾ നെക്സ്റ്റ് ഫോട്ടോഷോപ്പ് പഠിക്കും. ഇപ്പോൾ ഫോട്ടോഷോപ്പൊക്കെ പഠിക്കുമ്പോൾ ചില ആളുകൾക്ക് ഇമേജ് എഡിറ്റിങ്ങിനോട് വല്ലാതെ താല്പര്യം ഉണ്ടാവും, റീടച്ചിങ് അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി അതും അല്ലെങ്കിൽ ചില ആളുകൾക്ക് നല്ല ലേഔട്ട്സ് ഡിസൈൻ ചെയ്യാനുള്ള കഴിവുണ്ടാവും, നല്ല വൃത്തിയിൽ സ്റ്റാൻഡേർഡായിട്ട് ഡിസൈൻ ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും ആ കഴിവ് നിങ്ങൾ സ്വമേധയാ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുക. അതല്ലാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് പഠിച്ചെടുത്തിട്ട് നമുക്ക് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഹയർ ചെയ്യുന്ന ആ ഒരു കമ്പനി, അതല്ലെങ്കിൽ നമ്മൾ ഏത് പ്രൊഫൈലിനാണോ അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഫൈലിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഡിസൈനിങ് മേഖലയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകളെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളൊരു ജോലിക്ക് ശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാവും. നെക്സ്റ്റ് പലരും ചോദിച്ചൊരു കാര്യമാണ്, സാർ അത് എങ്ങനെയാണ് പഠിച്ചെടുക്കേണ്ടത്? പ്രത്യേകിച്ച് ഒരു കോഴ്സായിട്ട് ചെയ്യുന്ന സമയത്ത് പുറത്തൊക്കെ പോയി പഠിക്കുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. പലരും പല ഫീസാണ് പറയുന്നത്. സർട്ടിഫിക്കേഷൻ്റെ ഒക്കെ അഫിലിയേഷൻ പലതരത്തിലാണ്. അതുകൊണ്ട് എവിടെയാണ് ഒരു പ്രോപ്പറായിട്ട് ഒരു കോഴ്സായിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അതോടൊപ്പം തന്നെ പലരും ചോദിച്ചൊരു കാര്യമാണ് സർട്ടിഫിക്കറ്റിൻ്റെ വാല്യുവേഷൻ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിലും വെബ് ഡിസൈനിങ് ആണെങ്കിലും അതല്ലെങ്കിൽ 3D വിഷ്വലൈസേഷനോ മറ്റേത് വിഷ്വൽ എഫക്ട്സോ എന്ത് കോഴ്സും ആണെങ്കിൽ തന്നെ നിങ്ങളൊരു ഇൻസ്ട്രക്ടറുടെ ഹെൽപ്പോട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക മാക്സിമം. കാരണം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊരു ടെക്നിക്കൽ സ്റ്റഡിയാണ്. കാണുമ്പോൾ വളരെ ഈസി ആയി തോന്നും, പക്ഷേ ചെയ്തു നോക്കുമ്പോൾ നിരന്തരമായ സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സംശയങ്ങൾ നമുക്ക് കൃത്യസമയത്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മടുത്ത് ഇട്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇൻസ്ട്രക്ടറുടെ ഹെൽപ്പ് എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ഒരു ലാബിലൊക്കെ ഇരുന്ന് പഠിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പലരും ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറിയിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ മാക്സിമം യൂസ്ഫുൾ ആക്കി എടുക്കുക. കാരണം ഒരു ബേസിക് അവയർനെസ് നിങ്ങൾക്ക് ഇന്ന് കിട്ടും, യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ സ്ഥിരമായിട്ടുള്ള വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാനൊരു വാട്സപ്പ് കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കാണുമ്പോൾ മിക്കപ്പോഴും ഡൗട്ടുകൾ വരും. അപ്പോൾ ആ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വരെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പുറത്ത് പോയി പഠിക്കാനുള്ള ഒരു സാധ്യത വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുറത്ത് പോയി പഠിക്കുക. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെയാണോ നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് വെച്ചാൽ ആ കോഴ്സ് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഒരു ടീച്ചിങ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. ഒരുപക്ഷെ നിങ്ങളൊരു എൻക്വയറിയൊക്കെ ആയിട്ട് നമ്മൾ ആ സ്ഥാപനത്തെ സമീപിക്കുന്ന സമയത്ത് അവർ പലതും പറയും, ഞങ്ങൾ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേഷനാണ്, ISO ആണ്, മറ്റ് പല സർട്ടിഫിക്കറ്റ് ആണ്, അതുകൊണ്ടൊക്കെയാണ് ഇത്രയും വലിയൊരു കോഴ്സ് ഫീ വരുന്നത് എന്നൊക്കെ പറയും. മാത്രമല്ല നിങ്ങൾ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർ വിളിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ വിചാരിക്കും നിരന്തരമായി വിളിച്ചതല്ലേ, തൽക്കാലം അവിടെ തന്നെ ജോയിൻ ചെയ്തേക്കാം, 2 ലക്ഷം ആയാലും 3 ലക്ഷം ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടി ഒരു കോഴ്സിന് വേണ്ടി നിങ്ങളെവിടെയും സമീപിക്കരുത്. സോ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നല്ലൊരു ക്ലാസ് അവിടെ കിട്ടുമോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. കാരണം പലപ്പോഴും 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെയാണ് ഡെയിലി പല ഇൻസ്റ്റിറ്റ്യൂഷനും കോഴ്സ് കൊടുക്കുന്നത്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമല്ല, അത്രയൊക്കെ നമുക്കൊരു തിയറി ബേസ്ഡ് കൊടുക്കാൻ പറ്റുള്ളൂ. കൂടുതലും പ്രാക്ടിക്കലായിട്ടാണ് ചെയ്യേണ്ടി വരിക. പക്ഷേ ഈ 1 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ഉപകാരപ്പെടുന്ന ഒന്നാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത്, അവിടെ പഠിക്കുന്നതോ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞതോ ആയിട്ടുള്ള ഏതെങ്കിലും സ്റ്റുഡൻസിനെ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ അവരൊന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുക. എന്നിട്ട് അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് അതൊന്ന് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം നമ്മൾ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അതല്ലാണ്ട് ഒരുപാട് ഫെസിലിറ്റികളുണ്ട്, നല്ല സർട്ടിഫിക്കേഷനാണ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഫീസ് കൊടുത്ത് നമ്മൾ പഠിച്ച് പലർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ക്ലാസ് കിട്ടുന്നില്ല എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കാൻ താല്പര്യപ്പെട്ട ഒരു സ്ഥാപനത്തെക്കുറിച്ച് അറിയുമ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാൻ ശ്രമിക്കുക. അവർ കൊടുക്കുന്ന മറ്റ് കോഴ്സുകളെക്കുറിച്ചൊക്കെ അറിയാനും, അതുപോലെ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ്, എത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്കത് സഹായിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും പുറത്തൊക്കെ പോയി നിങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് അന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അത് എവിടെ പോയി പഠിക്കുന്നു, ആര് പഠിപ്പിക്കുന്നു, എത്ര മണിക്കൂർ പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല. നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്.
അതോടൊപ്പം തന്നെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, അതിനെക്കുറിച്ചാണ് പിന്നെ പലരും ചോദിച്ചൊരു കാര്യം. ഇപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് എത്രത്തോളം വാല്യൂ വേണം, അതല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് പലരും പിന്നെ ചോദിച്ചത്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, സർട്ടിഫിക്കറ്റ് എപ്പോഴും ഒരു സെക്കൻഡറി ആണ്. ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടാലൻറ്റ് തന്നെയാണ്. അതായത് നമ്മളെ സ്കിൽ സെറ്റ് അത് എത്രത്തോളം ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ സാധ്യതകൾ. പക്ഷെ എന്ന് കരുതി സർട്ടിഫിക്കറ്റ് വേണ്ട, അതല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യേണ്ട എന്നൊന്നും പറയുന്നില്ല. കാരണം സർട്ടിഫിക്കറ്റ് എപ്പോഴും നമുക്കൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് നമ്മളൊരു CV ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു റെസ്യൂം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ കാണിക്കുമ്പോൾ അതിൽ ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ, അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കേഷൻ കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ജെനുവിൻ ആയിട്ട് മെൻഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള വാല്യൂഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നമ്മൾ കഴിഞ്ഞിരിക്കണം. പക്ഷേ ഇത് ശരിക്കും CV മെൻഷൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല. ചില MNC കമ്പനികളൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ സർട്ടിഫിക്കറ്റിൻ്റെ അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പി ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ക്രിയേറ്റീവ് ഡിസൈനിങ് ഫീൽഡിനെയൊക്കെ സംബന്ധിച്ച് ഫസ്റ്റ് പ്രിഫറൻസ് എല്ലാവരും നോക്കുന്നത് നമ്മുടെ കഴിവാണ്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രഷർ ആണെങ്കിലും ഇനി അതല്ല എക്സ്പീരിയൻസ്ഡ് ആളാണെങ്കിൽ പോലും തന്നെ അവർ ആ ഇൻ്റർവ്യൂ സമയത്ത് നമുക്കൊരു ടെസ്റ്റ് തരും. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് എന്നുള്ള പോസ്റ്റിലേക്കാണ് നിങ്ങളൊരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിക് ഡിസൈനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വർക്കായിരിക്കും നിങ്ങൾക്ക് അവർ തരിക. അപ്പോൾ അത് ആ സ്പോട്ടിൽ നിങ്ങൾ അവർ പറയുന്നത് പോലെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അവിടെ നിങ്ങൾക്ക് എന്ത് സർട്ടിഫിക്കറ്റ് ആണ്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ കഴിഞ്ഞത്, എവിടുന്നാണ് നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞത് എന്നൊന്നും അവരാരും ചോദിക്കില്ല. നിങ്ങൾ ടെസ്റ്റായിട്ട് ചെയ്ത ആ ഒരു വർക്ക് അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ പൊസിഷന് നിങ്ങൾ യോഗ്യനാണ്. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ ഞാൻ പറയുകയാണ്. ഞാൻ പലതരത്തിലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവിടെ നിന്ന് ആരും എന്നോട് ഒരു സർട്ടിഫിക്കറ്റും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മൾ CV വ്യക്തമായി ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മളോട് ആ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ഒരിക്കലും ഫേക്കായിട്ട് നമ്മുടെ CV നമ്മുടെ ക്വാളിഫിക്കേഷൻ വെക്കുമ്പോൾ ഞാൻ ഇന്ന സർട്ടിഫിക്കേഷനിൽ കോഴ്സ് കഴിഞ്ഞ ഒരാളാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും കള്ളത്തരം കാണിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ വീണ്ടും പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ വലിയ ഫീസോ കൊടുത്തിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചോ അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ചൊന്നും വലിയ അവയർനെസ് ഇല്ലാതെ നമ്മൾ പോയി ജോയിൻ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവരുമായിട്ട് നമ്മൾ തെറ്റും, ഫീസ് കൊടുക്കില്ല. അങ്ങനെ ലാസ്റ്റ് കുറച്ചെന്തൊക്കെയോ നമ്മൾ പഠിക്കും, എക്സാമും കഴിയില്ല, സർട്ടിഫിക്കറ്റും കിട്ടില്ല. പക്ഷേ നമ്മളെന്താവും, നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നിട്ട് നമ്മൾ CV നമ്മൾ അതിൻ്റെ സർട്ടിഫിക്കേഷൻ അങ്ങ് എഴുതി കാണിക്കും. ആക്ച്വലി നമ്മൾ ഈ പറയുന്ന സ്ഥാപനത്തിൽ ഫീസ് കംപ്ലീറ്റ് ആക്കാത്ത പ്രശ്നങ്ങൾ കൊണ്ടും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് അവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ CV ഞാൻ ആ കോഴ്സ് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഇത് കാണിക്കും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ പലരും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വഴികളൊന്നും നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. സർട്ടിഫൈഡ് കോഴ്സ് നിങ്ങൾ കഴിഞ്ഞ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ സർട്ടിഫിക്കറ്റ് എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കുക. പക്ഷേ മനസ്സിലാക്കേണ്ടത് സർട്ടിഫിക്കറ്റിനേക്കാളും എപ്പോഴും നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ടാലൻറ്റിനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ അടുത്തൊരു പാരൻറ്റ് വരെ എന്നെ വിളിച്ച് ചോദിച്ചു എങ്ങനെയാണ് പുറത്തൊക്കെ ഇതിൻ്റെ സാധ്യതകൾ എന്ന് വെച്ചിട്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഈ മേഖലയിൽ എപ്പോഴും സാധ്യതകളുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ നമ്മളൊരു ജോലിക്ക് വേണ്ടി ആദ്യമായി ശ്രമിക്കുന്ന സമയത്ത് അവിടുത്തെ ജോബ് മാർക്കറ്റ് എത്രത്തോളം ആക്റ്റീവ് ആണ് ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ എന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് ഇപ്പോൾ നമ്മളൊരു ഡിസൈനിങ് ഫീൽഡിലുള്ള ഒരു ജോലി നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ദുബായ് അല്ലെങ്കിൽ ദോഹ പോലത്തെ സിറ്റികളിലൊക്കെ വിൻ്റർ ടൈമിലായിരിക്കും കുറച്ച് കൂടുതൽ പ്രൊമോഷൻസ് ഒക്കെ നടക്കുക. അപ്പോഴായിരിക്കും ഈ ഫീൽഡിൽ കൂടുതലായിട്ടുള്ള ജോബ്സ് ഓപ്പണിംഗ് വരിക. അപ്പോൾ അങ്ങനത്തെ ഒരു സീസൺ നോക്കിക്കൊണ്ടാവണം നമ്മളൊരു വിസിറ്റ് വിസയൊക്കെ എടുത്തിട്ട് അങ്ങോട്ടൊരു ജോബിന് വേണ്ടി ശ്രമിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു സമ്മർ ടൈമിലൊക്കെയാണ് നമ്മളൊരു ജോലി നോക്കി അങ്ങോട്ട് പോകുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഫ്രഷറെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒരു നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ഒരു ശ്രമം നടത്തുന്ന സമയത്ത് എത്രത്തോളം ജോബ് മാർക്കറ്റ് ആക്റ്റീവ് ആണ് അവിടെ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് വിദേശത്തൊക്കെ പോകുമ്പോൾ നിങ്ങളെപ്പോഴും ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഒരു ഫ്രഷറാണ് നിങ്ങളെങ്കിൽ പോലും, പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ പോലും നിങ്ങൾ നാട്ടിലൊക്കെ ചെയ്ത കുറച്ച് വർക്കുകൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പോർട്ട്ഫോളിയോ പോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. പോർട്ട്ഫോളിയോ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ അതിന് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ വർക്കുകളെല്ലാം കൂടെ ഒരു പ്രസൻറ്റേഷനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ ഓൺലൈനിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒരു PDF ആയിട്ട് നിങ്ങൾ ചെയ്താലും മതി. അത് മസ്റ്റാണ്. നിങ്ങളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും അവിടുത്തെ HR ആണോ അഡ്മിൻ ആണോ ആരാണെങ്കിലും അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളെ പോർട്ട്ഫോളിയോസ് ഉണ്ടോ എന്നുള്ളത്. അതല്ലെങ്കിൽ റെസ്യൂം സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പോർട്ട്ഫോളിയോ അറ്റാച്ച് ചെയ്യാനും അവർ ആവശ്യപ്പെടും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം,
നിങ്ങളിപ്പോൾ ഡിസൈനിങ് കോഴ്സും സർട്ടിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ ആയിട്ടാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളവിടെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു വിഷയം എന്നുള്ളത് ലാംഗ്വേജ് ആയിരിക്കും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് നമുക്ക് നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ലെവലിലായിരിക്കണം നമ്മൾ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഇവിടെ കോഴ്സ് ചെയ്യുന്നതിന് കൂടെ തന്നെ ഏതെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനൊക്കെ പോയി ആ ലാംഗ്വേജ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ എത്ര ടാലൻ്റ് ഉണ്ട്, എത്ര ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ സെലക്റ്റീവ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇവിടുത്തെ ഒരു ജോബ് മാർക്കറ്റ് അല്ല ശരിക്കും മിഡിൽ ഈസ്റ്റിലുള്ളത്. അവിടുത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മളൊരു സൈനേജിൻ്റെ ഡിസൈൻ ചെയ്യണം. ഇപ്പോൾ ഒരു ഷോപ്പാണെങ്കിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിൽഡിങ്ങിലാണെങ്കിലോ ഒക്കെ തന്നെ നമ്മളത് ഡയറക്റ്റ് പോയി ഒരു അപ്രൂവൽ എടുത്ത് അതങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഗൾഫിലേക്ക് വെച്ച് നോക്കുമ്പോൾ അത് അങ്ങനെയല്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രപ്പോസൽ ഡിസൈൻ തന്നെ നമ്മൾ കൊടുക്കണം. ഒരു സിമുലേഷൻ അല്ലെങ്കിൽ ഒരു മോക്കപ്പ് ആയിട്ട് നമ്മൾ ആദ്യം എവിടെയാണോ നമ്മൾ ആ സൈനേജ് ഫിക്സ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ നമ്മളതൊന്ന് കാണിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആർട്ട് വർക്കും അതുപോലെ ടെക്നിക്കൽ ഡ്രോയിങ്ങുകളൊക്കെ ചെയ്തിട്ടാണ് നമ്മളതിന് അപ്രൂവലിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ എത്തി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ നമ്മളെ വീഡിയോ വല്ലാണ്ട് ലെങ്തി ആയി മാറും. അപ്പോൾ അത്രത്തോളം ലാഗ് ആവണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ വളരെ ചുരുക്കി മെയിൻ പോയിന്റ്സുകൾ മാത്രം ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത്. എനിവേസ്, എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ക്രിയേറ്റീവ് ഡിസൈനിങ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ച്, അതിൻ്റെ കോഴ്സുകൾ എങ്ങനെയൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം, അത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് നമുക്കൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവുകളെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പരിശ്രമിക്കാനുള്ള നല്ലൊരു ആത്മാർത്ഥമായ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവസരങ്ങൾ എന്നും നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആവട്ടെ നമ്മുടെ ഈ F2 മീഡിയ എന്ന യൂട്യൂബ് ചാനൽ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ അതൊരു സഹായകരമായി മാറും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ആദ്യമായി നമ്മളെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ എപ്പോഴും കൂടെ ഉണ്ടാവണം. ഈ മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ കാണാൻ ശ്രമിക്കുക, പഠിച്ചെടുക്കുക. എന്തെങ്കിലും തരത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. എനിവേ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.